ഒരേ നായക പ്രാധാന്യമുള്ള മൂന്നുപേരെയും ഒരുമിച്ച് വെച്ച് ചിത്രീകരിച്ചപ്പം നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്? കമൽ സാറ് നേരിട്ട ഒരു മാനസിക അതിൽ കമൽ സാറ് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനാണ് നായകൻ എന്ന രീതിയിൽ സംസാരിച്ചു. ജയശ്രീയോട് പറഞ്ഞപ്പോൾ ജയനാണ്, പൃഥ്വിയോട് പൃഥ്വിരാജാണെന്ന് പറഞ്ഞത്. പക്ഷെ ഞാനും ഈ സിനിമ ഒരു മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി ഞാനും പ്രയത്നിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ആയിരിക്കും നായകൻ. ഞാൻ പൃഥ്വിയോട് പറഞ്ഞു, നീയാണ് ശരിക്കും ഇതിൽ സ്കോർ ചെയ്യുന്നത്, കാരണം എനിക്കറിയാൻ മേല അവൻ ശരിക്കും ഇതിൽ നായകസ്ഥാനം ഉണ്ടോ എന്നുള്ളത്. ജയനോട് പറഞ്ഞു, നീ അസാധ്യ ക്യാരക്ടറായിട്ടോ നിൻ്റെത് എന്ന്. അപ്പോൾ എൻ്റെ അപ്പോഴും വിചാരം ഞാനാണ് ഇവരെക്കാൾ മുമ്പ് മേളിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും ഈ ഒരു സംഭവം കറക്റ്റാക്കി വരാൻ വേണ്ടി കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അല്ല, ഇതെന്താ വെച്ചാൽ ഇങ്ങനെ ഈ കഥ പറയണതിൻ്റെ ഇടയിൽ ഒരു തമാശൻ്റെ ഇടയ്ക്ക് പറയാൻ, ഞാൻ മഴയത്ത് മുമ്പേ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ ശങ്കരാടി ചേട്ടൻ അഭിനയിക്കാൻ വന്നു. അപ്പോൾ ശങ്കരാടി ചേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പടം ഉണ്ട് വരണം എന്ന് പറഞ്ഞ് ചേട്ടൻ വന്നു. ചേട്ടൻ വന്ന് ഇങ്ങനെ ഒന്ന്, എടാ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തോ ആകാംക്ഷയോട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതേപോലെ പുള്ളി വീഡിയോ വലിക്കുക. പുള്ളി വീഡിയോ വലിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ശങ്കരാടി ചേട്ടൻ. അതായത് വീട് ഇങ്ങനെ വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് ചെല്ലുക, വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മനസ്സിലായ? വീട് പുള്ളിയുടെ അടുത്തേക്ക് വരില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവാം. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാരക്ടർ ചോദിച്ചപ്പോൾ ഞാൻ കഥ പറയാം ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട്. അങ്ങനെയായിട്ട് കഥ പറഞ്ഞു വന്നപ്പോൾ ആ സിനിമയിലെ നായകൻ ശങ്കരാടിയായി മാറി. അപ്പോൾ ശങ്കരാടി ചേട്ടൻ, എടാ ഈ സിനിമയിൽ നായകൻ ഞാനാണോ? മമ്മൂട്ടി ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇതാണ് കഥ പറയുന്നതിൻ്റെ ഒരു ടെക്നിക്ക് മോനെ. അതൊരു പറ്റിക്കലാണത്. അങ്ങനെ ആ സിനിമയിൽ ഫിലോമിന ചേച്ചി അഭിനയിക്കണേ, ഫിലോമിന ചേച്ചി നായികയായി പോകും. അതങ്ങനെ സംഭവിക്കുന്നതാണത്. ഇത് കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഇനി പറയും. ഫിലോമിനയുടെ ഉദ്ദേശിച്ച ഭാവനയാണോ? ശങ്കരാടി ചേട്ടൻ ജയസൂര്യയിലേക്കും പൃഥ്വിരാജായിരിക്കും. കമൽ സാർ പറഞ്ഞൊരു കാര്യം ഓർത്തുകയാണ്. 3 സുന്ദരന്മാരായ ചെറുപ്പക്കാർ നടന്നു വന്നപ്പോൾ സാറിനൊരു സബ്ജക്റ്റ് ഓർമ്മ വന്നു. സാർ അത് ശരിയല്ല സാർ. സുന്ദരന്മാരല്ലാത്ത ചെറുപ്പക്കാർ നടന്നു വരുമ്പോഴും സാർ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കണ്ടെത്തണമെന്ന്. ഗോവിന്ദനെ സ്വയം പുകഴ്ത്തരുത് കേട്ടോ.